ജിൻഡോ 80 ദിവസം എന്നൊന്നും മനസ്സിൽ വെക്കണ്ട എന്ന് ഞാൻ അയാളോട് പറഞ്ഞു ഇന്നലെ. ഇങ്ങോട്ട് അടിക്കാൻ വന്നാലോ ജിൻഡോ ഉറപ്പിച്ചോ കപ്പിന്റെ 7 അയലോകത്ത് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കും, പൊട്ടിച്ച് നാറ്റിച്ച് ആ അവസ്ഥയിലാക്കും. എടുത്തിട്ട് അലക്കി കുളം തോണ്ടി ഞാൻ കയ്യിൽ കൊടുക്കും. എന്നെ തൊട്ടാല് പണി പാളും. ഞാൻ അത്രയ്ക്ക് ഡേഞ്ചറാണ്. മറ്റേ മൂക്കാമണ്ട വേർഷനാണ് അയാൾ ഈ സീസണിലെ. പക്ഷെ ഞാൻ അതിലും ഡേഞ്ചർ ആണെന്ന് അയാൾക്ക് അറിയത്തില്ല. അയാളുടെ ഇടപാട് ഞാൻ തീർത്തു കൊടുക്കും. നമ്മുടെ ചായ് കൃഷ്ണൻ ലൈവിലിരുന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അയാൾ ഉപയോഗിച്ച സെയിം എക്സാക്ട് വാക്കുകളാണ് ഞാനും ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം പ്രേക്ഷകർക്കും ആ ഒരു എഫക്റ്റ് കിട്ടണം. അപ്പൊ നന്ദന പറയുന്നു, അയാൾ എന്നോട് പറയുകയാണ് എനിക്ക് ഫാൻസ് ഉണ്ട് എന്ന് ഇന്നലെ. ഉടനെ സിജോയ് സായും അതിനെ ഏറ്റുപിടിച്ച് പറയുന്നു, അതൊക്കെ അയാളുടെ ഒരു കോഡും നമ്പറും ഒക്കെയാണ്, അയാളുടെ ആളുകളിലേക്ക് അത് എത്തിക്കാനായിട്ട് പറയുന്നതാണ് എന്ന് പറയുന്നു. പിന്നെ ജിൻഡോ അർജുൻ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ടോപ്പ് 5 കയറാൻ വേണ്ടി മാത്രമുള്ള ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ചായ് പറയുന്ന വേറൊരു കാര്യമാണ്, അയാളെ ആര് പഠിപ്പിച്ചു വിട്ടോ അയാളുടെ തന്തയാണ് ഞാൻ എന്ന്. നമ്മുടെ സായി കൃഷ്ണന് പറ്റിയ സ്ഥലം കാറാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് നടത്തിയ പല കോൺവെർസേഷൻസിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. സായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിഗ് ബോസ് പോലൊരു കളിയിൽ വാചകവടി മാത്രം പോരാ, പ്രവർത്തിച്ച് കാണിച്ച ഓഡിയൻസിന്റെ സപ്പോർട്ടും കൂടി നേടിയെടുക്കണം. ജിൻഡോയെ പറ്റി പറയാൻ ഇവൻ എന്ത് അധികാരമാണുള്ളത്? എന്ത് അധികാരമാണുള്ളത്? വൈൽഡ് കാർഡായിട്ട് കയറിയിട്ട് ഒരു മൂലയിലിരുന്ന് വേറുള്ളവരുടെ ഗെയിമിനെ കുറ്റം പറയാനല്ലാതെ ഇയാളെ എന്തെങ്കിലും കളിച്ചു കണ്ടിട്ടുണ്ടോ അവിടെ? വെറുതെ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. സഹയുടെ പ്ലാനിങ് ഒന്നും 100 ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കാരണം അയാളെ കൊണ്ട് വയ്യ, ഈ പണി അയാളെ കൊണ്ട് പറ്റത്തില്ല. കാറിലിരുന്ന് കോടതി നടത്താനല്ലാതെ ഒന്നിനും കൊള്ളാത്തൊരു മരപ്പാഴാണ് സായി കൃഷ്ണ എന്ന് ഞാൻ പറയും. സിജോയും അഭിഷേകും പിന്നെ 10% പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിജോയും അഭിഷേകിനെയും ഈ കൂട്ടത്തിൽ ഞാൻ കൂട്ടുന്നില്ല. പിന്നെ പറയാനുള്ളത് നമ്മുടെ നന്ദനയുടെ ഗെയിം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പുള്ളിക്കാരി പോലും റിയലൈസ് ചെയ്യുന്നില്ല. എല്ലാ സീസണിലും ഏതെങ്കിലും മരമണ്ടൻ ഇതുപോലെ പറഞ്ഞ് ലാസ്റ്റ് എയറിലായ ചരിത്രമേ ഉള്ളൂ. പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, പ്രേക്ഷകർക്ക് തന്നെ അറിയാം. സായി എയറിലാവുമോ ഫിനാലെ ദിവസം? കഴിഞ്ഞ തവണ എയറിലായ സപ്പോർട്ട് ചെയ്ത ആളാണ് നമ്മുടെ സായി. അതും എടുത്തു പറയണം. എന്തായാലും നന്ദനയുടെയും ആങ്ങളമാരുടെയും പരദൂഷണമൊക്കെ കൊള്ളാം. നല്ല രീതിയിൽ തന്നെ റെക്കോർഡിങ് കണ്ട് ചിരിച്ചു മറിഞ്ഞു. മാസ് ഉണ്ടാക്കാൻ നോക്കിയതാണ്. ലാസ്റ്റ് ഇപ്പോഴേ ഏറെ കയറിയിരിക്കുകയാണ് നമ്മുടെ സായി. എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്.